നമസ്കാരം. മഹാദേവ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിസംബർ മാസം 12-ാം തീയതി, അതായത് നാളെ 12-12 എന്ന ഏഞ്ചൽ നമ്പർ തുറക്കുകയാണ്. ഈ വർഷത്തെ, അതായത് 2025-ലെ അവസാനത്തെ ഏഞ്ചൽ നമ്പറിൽ ഒന്നാണ് ഈ 12-12 എന്ന് പറഞ്ഞാൽ നാളെ 12-12-2025 ഈ ദിവസം ചെയ്യേണ്ട ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിനെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളെ പറ്റി നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ധാരാളം ഇതേപോലെയുള്ള ഏഞ്ചൽ നമ്പറുകൾ പ്രപഞ്ചം നമുക്ക് നൽകുന്നുണ്ട്. ചില മാസങ്ങളിൽ ചില പ്രത്യേക ദിവസം മനസ്സിലാക്കി അത് പ്രയോജനപ്പെടുത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കും. ഇതുപോലെയുള്ള ചില പ്രത്യേകതരം നമ്പറുകൾ ചൂസ് ചെയ്ത് മാനിഫെസ്റ്റേഷൻ ചെയ്താൽ ഈ ദിവസങ്ങളിൽ കോസ്മിക് എനർജി ധാരാളം ഉള്ളതിനാൽ നമ്മൾ ചെയ്യുന്ന ഇതേപോലെയുള്ള മാനിഫെസ്റ്റേഷൻ എല്ലാം തന്നെ വളരെ പെട്ടെന്ന് ഫലം കിട്ടുകയും ചെയ്യും. ഈ ഡിസംബർ മാസം 12-ാം തീയതി, അതായത് നാളെ, ഇതെല്ലാവരും പ്രയോജനപ്പെടുത്തണം. നിങ്ങൾ ഇങ്ങനെയുള്ള ഏഞ്ചൽ നമ്പർ വെച്ച് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അഥവാ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിന്റെ യാതൊരു ഫലവും കിട്ടിയിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിലും നാളത്തെ ദിവസം നിങ്ങൾ ഇത് മിസ് ചെയ്യരുത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫലം ലഭിച്ചിരിക്കും. പിന്നെ ഇത് പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെ ചെയ്യണം. വിശ്വാസക്കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന, അതായത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് നടക്കാത്ത ഒരാഗ്രഹം നിങ്ങളുടെ മനസ്സിൽ കണ്ടിട്ട് നിങ്ങൾ ഈ കർമ്മം ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന്റെ ഫലം കിട്ടും. കാരണം 12-12 എന്ന ഏഞ്ചൽ നമ്പറിന്റെ പ്രത്യേകത അതാണ്. ന്യൂമറോളജി പ്രകാരം 1ഉം 2ഉം കൂടി കൂട്ടിയാൽ നമുക്ക് ലഭിക്കുന്നത് 3 ആണ്. 3 എന്ന് പറയുന്ന അക്കം ഗുരുഭഗവാന്റെ വിശേഷപ്പെട്ട നമ്പരാണ്. അതുപോലെ ഇവിടെ 2, 3 വരുന്നുണ്ട്. അതായത് 1+2 = 3, 1+2 = 3. അങ്ങനെ 2, 3 ആണ് ഇവിടെ കിട്ടുന്നത്. ഈ 2, 3ഉം കൂടി കൂട്ടിയാൽ കിട്ടുന്നത് 6 ആണ്. 6 എന്ന് പറയുന്നത് ശുക്രന്റെ നമ്പരാണ്. അങ്ങനെ ശുക്രന്റെ അനുഗ്രഹം നമുക്കിവിടെ ലഭിക്കും. നിങ്ങൾക്ക് ആരോഗ്യപരമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും സാമ്പത്തികമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും 12-ാം തീയതി നാളെ ഈ കർമ്മം ചെയ്താൽ നിങ്ങൾക്ക് ഉടനെ തന്നെ ഇതിന്റെ ഫലം കിട്ടും, തീർച്ച. ഇത് ചെയ്യേണ്ടുന്ന സമയമെന്ന് പറയുന്നത്, ഞാനിതിവിടെ പറയുന്ന സമയത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നാളെ ഉച്ചയ്ക്ക് 12:12 സമയത്ത് ചെയ്യാൻ കഴിവതും ശ്രമിക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്ന് കരുതി ആരും വിഷമിക്കേണ്ട. നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ശുക്രഹോര സമയത്ത് ഇത് ചെയ്താലും ഉത്തമമാണ്. ശുക്രഹോര സമയം ആഗമമാകുന്നത് നാളെ രാവിലെ 6 മണി മുതൽ 7 മണി വരെയും, ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയും, രാത്രി 8 മണി മുതൽ 9 മണി വരെയുമാണ്. ഇതിൽ നിങ്ങൾക്ക് പറ്റുന്ന സൗകര്യപ്രദമായ സമയത്ത് നിങ്ങൾക്കിത് ചെയ്യാം. ഇവിടെ പറഞ്ഞ ഏത് സമയത്ത് വേണമെങ്കിലും ഇനി പറയാൻ പോകുന്ന കർമ്മം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. നിങ്ങളുടെ മനസ്സിലുള്ള ഒരാഗ്രഹം, നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും. ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരില്ലല്ലോ. അതിൽ എത്രയും പെട്ടെന്ന് സാധിച്ചു കിട്ടേണ്ട ഒരാഗ്രഹം, ആ ആഗ്രഹം നടന്ന് കിട്ടിയതായിട്ട് നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളുടെ ഇടത് കൈയിലെ മോതിരവിരലിൽ 12-12 എന്ന ഏഞ്ചൽ നമ്പർ നീലമഷിയുള്ള പേന കൊണ്ട് എഴുതുക. എഴുതി കഴിഞ്ഞതിന് ശേഷം 2-3 മിനിറ്റ് ഈ നമ്പർ നോക്കി നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹത്തെ പറ്റി നിങ്ങൾ സങ്കല്പിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി എന്താണോ അതിലേർപ്പെടാം. കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും ഈ നമ്പർ നിങ്ങളുടെ വിരലിൽ നിന്ന് മായാതെ നോക്കണം. ഈ സമയത്ത് ഈ ഏഞ്ചൽ നമ്പറിന് അപാര ശക്തിയാണുള്ളത്. നാളെ ഈ കർമ്മം നിങ്ങൾ ചെയ്താൽ ഉടനടി ഫലമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. വീണ്ടും ഒന്നുകൂടി ഒരു കാര്യം എടുത്തു പറയുന്നു. പൂർണ്ണ വിശ്വാസത്തോടുകൂടി മാത്രം ചെയ്യുക. നിങ്ങൾക്ക് ഫലം ഉറപ്പായിരിക്കും. എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ എന്ന് മഹാദേവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഓം നമഃ ശിവായ.